ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ സ്വന്തം തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിൽ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാണ് തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കിത് പുറത്തൊക്കെ പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു വില മനസ്സിലാകുന്നത്. കാരണം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു തലശ്ശേരി ദം ബിരിയാണി. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. എൻ്റെ ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സാധാരണ നമ്മൾ ബിരിയാണി പോലെയല്ല, തലശ്ശേരി ദം ബിരിയാണി ആകുമ്പോൾ നമ്മളത് ചോറ് സെപ്പറേറ്റും അതുപോലെ മസാല സെപ്പറേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യണം. അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇട്ടിട്ട് നമുക്ക് ചിക്കന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ടൈമില്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 2 മെത്തേഡിൽ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ഈ ഫ്രൈ ചെയ്തിട്ടും ഒന്ന് നമ്മൾ സാധാരണ സവാളയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ആ ഒരു മസാല. അപ്പോൾ ഇതാണ് കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ സമയം ഇട്ടിട്ട് ഇതങ്ങ് വല്ലാണ്ടങ്ങ് ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കുറയും. അതുപോലെ തന്നെ കുറേ സമയം ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് ഹാർഡ് ആവാനും ചാൻസ് ഉണ്ട്. നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. ബാക്കി നമ്മൾ ഇതിൻ്റെ സവാളയൊക്കെ വഴറ്റുമല്ലോ മസാല, അതിൽ നിന്നിട്ട് കുറച്ചുകൂടി ഒന്ന് കുക്കായി വരും. അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കാതിരിക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ആ ഒരു ചിക്കൻ ഫ്രൈ ആകുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് വെളുത്തുള്ളി, ഏകദേശം ഒരു 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളക്, നല്ല എരിവുള്ളതാണ് 4 പച്ചമുളക് എടുത്തിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സവാളയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 വലിയ സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 കിലോ റൈസിനുള്ള അളവാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പിടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 2 വലിയ തക്കാളി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റിൽ. അപ്പോൾ മസാലയ്ക്കായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുത്തത്. ബാക്കി എത്രയാണ് വേണ്ടത് അത്ര നമുക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് എണ്ണ കൂടുതലെടുത്താൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു സെയിം എണ്ണയിൽ ഈ ഒരു സവാള വഴണ്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം ഞാനിത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സവാള വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ സമയം എടുത്തിട്ട് നന്നായിട്ട് വഴണ്ട് കിട്ടിയാലാണ് അത്രയും നല്ലതാണ്. കാരണം അല്ലെങ്കിൽ മസാലയ്ക്ക് നമ്മുടെ സവാളയുടെ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ തലശ്ശേരി ബിരിയാണിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ മസാല, ബിരിയാണി മസാല ഒക്കെ ചേർക്കാറുണ്ടോയെന്ന്. നമ്മൾ ഒരു മസാലയും ചേർക്കാറില്ല. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ അതും ചേർക്കാറില്ല. അപ്പം നമ്മുടെ ആ ചിക്കന് ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, ആ ഒരു കളറിൽ തന്നെയാണ് നമ്മുടെ മസാല വരുന്നത്. അപ്പോൾ 2 തക്കാളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം വേണം തക്കാളി ചേർക്കാനായിട്ട്, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് ഞാനിവിടെ
ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇടാൻ. അപ്പോൾ അരി എടുക്കുമ്പോൾ നമ്മുടെ സാധാരണ ജീരകശാല റൈസാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണി യൂസ് ചെയ്യാറ്. നല്ലൊരു സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഏത് റൈസ് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ബസ്മതിയൊക്കെ ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു റൈസ് വെച്ചിട്ടായിരിക്കും. നമുക്ക് അരിയൊക്കെ ഞാൻ കഴുകി വെച്ചു. അപ്പോൾ മസാലയൊക്കെ നല്ല സോഫ്റ്റായിട്ട്, തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ, അതുപോലെ ചിക്കൻ ബാക്കി കുക്ക് ആവാനുള്ളതൊക്കെ ഇതിന് കിടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി. ഞാൻ ഇടയ്ക്കൊന്ന് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹോം മെയ്ഡ് ഗരം മസാലയുടെ വീഡിയോ. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലേനേക്കാളും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഗരം മസാല യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി മസാലയ്ക്കൊക്കെ പകരം നമ്മൾ ഈ ഒരു ഗരം മസാലയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മസാല റെഡിയായി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഗീ റൈസ് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പാനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 1 കിലോ റൈസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ കുറച്ച് സവാള, അത് ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ വേണം, അതായത് ഒന്ന് ഈ ഒരു ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്ന ഉള്ളി വേണം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ റൈസിൻസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും വേണം. അപ്പോൾ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല, പക്ഷെ നമ്മൾ ട്രഡീഷണലായിട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആ ഒരു സവാള ഫ്രൈ ചെയ്തതിലേക്ക് മാറ്റിയിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതുപോലെ മല്ലിയിലയും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ബാക്കി വന്ന നമ്മുടെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഗീ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പട്ട, അതുപോലെ വലിയ ജീരകം ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അരിപ്പയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ, നമ്മൾ ചോറായിട്ട് വരുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലല്ലാതെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചിലർ അരി ഇടുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അരി, അത് തിളക്കുമ്പോൾ വെള്ളം ഒഴിക്കാറാണ്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ അളന്ന് വെച്ച പാത്രത്തിൽ ഒരു ബൗളായിരുന്നു. അപ്പോൾ അതിൽ 2 ബൗള് അരി ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബൗളിന്, 1 ബൗളാണെങ്കിൽ നമ്മൾ 1.5 ബൗളാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ 2 ബൗളിന് 3 ബൗളോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസിൻസും അതുപോലെ ബദാം, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ദം ചെയ്യുന്ന സമയത്തേക്കാണ്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ റൈസ് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിയാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലും അതുപോലെ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഈ ഒരു ചോറ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം നമ്മൾ ഇട്ട് ഇളക്കരുത്, കാരണം അരി പൊട്ടിപ്പോവും. പിന്നെ നമുക്ക് ദം ചെയ്യേണ്ട പരിപാടിയാണ് ഇനി. അപ്പോൾ ദം ചെയ്യാനായിട്ട് കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറുനാരങ്ങ നീരിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ്റെ മസാല, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നല്ല ചൂടുള്ള നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെയായിട്ട്. അതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തും അതുപോലെ കട്ട് ചെയ്തും മാറ്റി വെച്ചിരുന്നല്ലോ കുറച്ച് സംഭവങ്ങൾ, അതൊക്കെ കുറച്ചൊന്ന് വിതറി കൊടുക്കാം. പിന്നെ നമ്മുടെ കളറിനായിട്ട് ചിലർ ബിരിയാണീൻ്റെ കളറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാനിതുപോലെ മഞ്ഞൾപ്പൊടി,
പിന്നെ അതുപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഗീ ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. പിന്നെ നമ്മുടെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഈ ഒരു മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ ഉള്ളത് ചേർത്തു. പിന്നെ നെക്സ്റ്റ് ലെയർ ചോറിട്ടു. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് എത്ര ചോറുണ്ടോ അതിനനുസരിച്ചിട്ട് സെയിം റിപ്പീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ പണ്ടുള്ള സമയത്ത് അവർ പാത്രത്തിൻ്റെ സൈഡിൽ നമ്മുടെ മൈദമാവൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് മുകളിൽ കനലിട്ട മെത്തേഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സെർവ് ചെയ്യുന്ന രീതിയാണ് മുകളിലുള്ള റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് മിക്സ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ അടിഭാഗത്ത് ഇതുപോലെ ചിക്കൻ്റെ ഈ ഒരു മസാലയാണ്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് ചിക്കൻ്റെ മസാല നമുക്ക് എത്രയാണ് വേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് റൈസ് വെക്കും. പിന്നെ നമുക്ക് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ സെർവ് ചെയ്യാറ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം സൈഡിൽ നിന്ന് മാത്രം റൈസ് മാറ്റിയിട്ട് സെർവ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മസാലയും ചോറും രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നു. സ്പെഷ്യലായിട്ട് ലേജി ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്